Amen.
കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ യോസേഫിന്റെ സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ ന്യായാധീശന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരണേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ സഹായങ്ങളും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഈ തിരുനാളേറ്റ് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായ ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. രക്തസാക്ഷികളെ സജ്ജമാക്കിയ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. സ്ത്രീകന്മാരെ ധൈര്യശാലികളാക്കിയ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടി ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ വിശ്വാസത്തിലും സന്മാർഗത്തിലും ഉറച്ചുകൊണ്ട് വിശുദ്ധമായ മരണം കൈവരിക്കുവാൻ അവസാനം വിശുദ്ധരോടും രക്തസാക്ഷികളോടൊപ്പം സ്വർഗരാജ്യത്തിലും ദൈവത്തെ അനവരതം സ്തുതിക്കുവാനും നിങ്ങൾക്ക് ഇടയാകട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: യേശുക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. സെബിപുരം ഇടവക ജനം ഇന്നും നാളെയുമായി ഏറ്റവും പ്രത്യേകമായ രീതിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവന്റെ ഓർമ്മയാണ് ഈ ആൾക്കാരെ ആഘോഷിക്കുക. അത് ആഘോഷിക്കുന്നത് നമ്മളും ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെടുമെന്ന് ഓർക്കാൻ വേണ്ടി കൂടിയാണ്. നമ്മുടെ പീഡകളും ക്ലേശങ്ങളും സഹനങ്ങളുമെല്ലാം കർത്താവിനോട് ഐക്യപ്പെടുന്നതിൻ്റെ അനന്തരഫലങ്ങളാണെന്നുള്ള ഓർമ്മയോടുകൂടി അങ്ങനെയുള്ള ജീവിതാവസ്ഥകളിൽ യേശുവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് യഥാർത്ഥ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഭക്തിപൂർവ്വം ഈ വിശുദ്ധ കുർബാനയെ നമുക്ക് സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
ജീവദായകവും ദൈവികവുമായ അങ്ങേ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ രക്ഷ പ്രാപിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. വിശുദ്ധ നിന്നെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ സഹനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടതയും പാപിയുടെയും സ്ഥിതി എന്നതായിരിക്കും. ആകയാൽ ദൈവഹിതം അനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ബലമേൽപ്പിക്കട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ.
വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5 1 മുതലുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. എല്ലാ വർഷവും തിരുനാൾ ആഘോഷം ഇങ്ങനെ ഭക്തിപൂർവം ആഘോഷത്തോടുകൂടെ കടന്നുപോകും. ഞാനും നിങ്ങളുമൊക്കെ ആഘോഷമായ നൊവേനകളിലും വിശുദ്ധ ബലിയർപ്പണത്തിലും പ്രദർശനത്തിലും ആഘോഷങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും ചെയ്യും. എല്ലാ വർഷവും തിരുനാളുകൾ ഇങ്ങനെ കടന്നു പോവുകയും നമ്മുടെ ജീവിതവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതവും തമ്മിൽ വലിയൊരു അന്തരം നിലനിൽക്കുകയും ചെയ്താൽ ഇത് വെറും ഒരു ആഘോഷം മാത്രമായി മാറും. ഇതൊരു ആത്മീയ ആഘോഷമാകണമെങ്കിൽ, ഇതൊരു തിരുനാളാകണമെങ്കിൽ ഓരോ തിരുനാൾ ആഘോഷം കഴിയുമ്പോഴും വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹമായ രീതിയിൽ ക്രിസ്തു ശിഷ്യന് അനുയോജ്യമായ ജീവിത രീതി സ്വന്തമാക്കാനായി എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഈ തിരുനാൾ ആഘോഷത്തിലൂടെ സാധിക്കുമ്പോൾ മാത്രമാണ് ഈ തിരുനാൾ ആഘോഷം അർത്ഥവത്താകുന്നത്. എന്റെ ജീവിതത്തിൽ പരിശ്രമം കൂടാതെ വിജയമുണ്ടാകണം. ഞാനായിട്ടൊന്നും പരിശ്രമിക്കുകയോ കഠിനാധ്വാനം ചെയ്യുകയോ ചെയ്യില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. എല്ലാ വിശുദ്ധരുടെയും ജീവിതവും എന്റെ ജീവിതവും തമ്മിൽ അന്തരമുണ്ടാകുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇവരോട് ചോദിക്കുന്നത് അവരുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഇന്ന് ഈ വിശുദ്ധന്റെ മുമ്പിൽ ഞാനും നിങ്ങളും വന്നു നിൽക്കുമ്പോ സെബസ്ത്യാനോസിന് എന്നോടും നിങ്ങളോടും എനിക്കും നിങ്ങൾക്കും ഒക്കെ പങ്കുവെച്ചു തരാനുള്ളത് വിശുദ്ധിയുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ഈ വിശുദ്ധൻ ജീവിച്ച ചില വഴികളാണ് എനിക്ക് നിങ്ങൾക്കും ഈ വിശുദ്ധനെ പങ്കുവെച്ചു തരാനുള്ളത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തിൽ സെബസ്ത്യാനോസ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ജീവിതത്തിൽ സഹനം ഒഴിച്ചുകൂടാത്തതും സഹനവും വേദനയും ജീവിതത്തിലെ അവസാനത്തേതുമല്ല എന്ന് സെബസ്ത്യാനോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ സഹനത്തെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. അതുപോലെ തന്നെ സഹനവും വേദനയും നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ അവസാനമാണെന്ന് ഒരിക്കലും ഒരു ക്രൈസ്തവനും ചിന്തിക്കരുത് എന്ന് സെബസ്ത്യാനോസ് നമ്മളെ പഠിപ്പിക്കുന്നു. സെബസ്ത്യാനോസിന്റെ ജീവിതം നോക്കിയേ. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ പോലും, നഷ്ടപ്പെടാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും ദൈവം അത്ഭുതകരമായി സെബസ്ത്യാനോസിനെ രക്ഷിക്കുന്നു. ദൈവവും മഹത്വപ്പെടുത്തിയതാണ് ചരിത്രമാണ്. വിശുദ്ധരൊക്കെ അങ്ങനെയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു പള്ളിയിൽ പോലും ഉണ്ടാകില്ല, പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ പോലും സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കാത്ത ഒരു ഇടവകയും കാണില്ല. എല്ലാ ഇടവക ദേവാലയത്തിലും ഇടവക തിരുനാളിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ വേറിട്ടോ തീർച്ചയായിട്ടും വിശുദ്ധനെ അനുസ്മരിക്കും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അങ്ങ് റോമിൽ ജീവിച്ച ഒരു വിശുദ്ധനെ
ഇന്ന് ഈ കേരളത്തിൽ ഞാൻ നിങ്ങളൊക്കെ അനുസ്മരിക്കണമെങ്കിൽ ദൈവം ഈ വിശുദ്ധന്റെ സഹനം കണ്ട് ജീവിതം കണ്ട് അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയിരുന്നു. അദ്ദേഹം വളരെ മ്ലേച്ഛമായ ജീവിതമൊക്കെ നയിച്ചതിന് ശേഷം വിശുദ്ധമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഒരു ദിവസം താൻ വളരെ മ്ലേച്ഛനായി ജീവിച്ച സ്ഥലത്തെ വഴിയിലൂടെ നടന്നുപോയി. അഗസ്റ്റിനെ പണ്ട് പരിചയമുണ്ടായിരുന്ന സ്ത്രീ അഗസ്റ്റിനെ വഴിയിൽ നിന്ന് വിളിക്കുകയാണ്. അഗസ്റ്റിൻ അഗസ്റ്റിൻ എന്ന് പറഞ്ഞു. പരിചയമുള്ള സ്ത്രീ ആയിരുന്നതുകൊണ്ട് അഗസ്റ്റിൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അഗസ്റ്റിൻ നേരെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ത്രീ വീണ്ടും വീണ്ടും അഗസ്റ്റിനെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഉച്ചത്തിൽ വിളിക്കുകയാണ്. അഗസ്റ്റിൻ അഗസ്റ്റിൻ എന്ന് പറഞ്ഞു. അഗസ്റ്റിൻ അഗസ്റ്റിൻ ഇത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ അഗസ്റ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചാൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അഗസ്റ്റിൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ വഴിയിലൂടെ നടന്നു പോകുന്നു. അഗസ്റ്റിൻ ഉള്ളിൽ ആ സ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾ അറിയുന്ന അഗസ്റ്റിനല്ല ഈ നടന്നു പോകും. സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.